എന്തിനാണ് മന്ത്രി രാജൻ അവിടെ തട്ടുംപുറത്ത് കയറിയിട്ട് അത് പെൻസിൽ കൊണ്ട് വരച്ചതാണോ അതല്ലെങ്കിൽ പെയിന്റ് അടിച്ചതാണോ എന്നൊക്കെ നോക്കാൻ പോയത്? ഒരു മന്ത്രിയുടെ പണി അതല്ല. ആ പണി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എതിരാളികൾ ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കും. അത് അദ്ദേഹം ചെയ്യേണ്ട കാര്യമേ അല്ല. തീർച്ചയായിട്ടും എല്ലാ നേതാക്കന്മാരും പറഞ്ഞുകൊണ്ടിരുന്നു, നമ്മളെല്ലാ ആളുകളും അവർക്ക് എന്തൊക്കെ വേണമെങ്കിൽ നമ്മൾ ഉണ്ട് എന്നുള്ളൊരു ഇത് കൊടുത്തു. അത് വെറുതെ വെറും വാക്കാക്കാൻ പാടില്ല. നമസ്കാരം. മുണ്ടക്കൈ ചൂരൽമല ടൗൺഷിപ്പിലെ വിവാദങ്ങൾ വിടാതെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ടൗൺഷിപ്പിൽ അനുവദിച്ച 3 വീടുകളിൽ വിള്ളൽ കണ്ടെത്തി എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ആരോപണം എന്ന് പറയുന്നത്. ഈ ഒരു ആരോപണം ഉയർന്നതിന് പിന്നാലെ തന്നെ മന്ത്രി കെ രാജൻ സ്ഥലത്തെത്തുകയും അതിനു മുകളിൽ ആ വീടിനകത്ത് കയറി വീടിന് മേൽക്കൂരയിൽ ഉണ്ടായിരുന്ന വിള്ളൽ പരിശോധിക്കുകയും തുടർന്ന് അത് സാൻഡ് പേപ്പർ കൊണ്ട് ഉരച്ച വിള്ളലല്ല എന്ന് മാധ്യമപ്രവർത്തകരോട് പറയുകയും ചെയ്തു. അതിന് പിന്നാലെ തന്നെ കെ രാജനെ പരിഹസിച്ചുകൊണ്ട് ചാണ്ടിയുമ്മൻ അടക്കമുള്ള നേതാക്കളും രംഗത്തെത്തി. ഇതാ ഒരു പുതിയ കൂലിപ്പണിക്കാരന് തൃശ്ശൂർകാർക്ക് ലഭിച്ചിരിക്കുന്നു മറ്റുള്ള പരിഹാസമായിരുന്നു ഉയർന്നിരുന്നത്. ഇപ്രകാരം കൊടുക്കലും വാങ്ങലും ആയിട്ടുള്ള വിവാദങ്ങളുടെ ഒരു ദിവസമായിരുന്നു കഴിഞ്ഞു പോയത്. എന്താണ് ഈ വിവാദങ്ങളുടെ പിറകിലുള്ള രാഷ്ട്രീയം? എങ്ങോട്ടാണ് ഈ വിവാദങ്ങൾ ചൂരൽമല ടൗൺഷിപ്പിനെ നയിക്കുന്നത്? ഈ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മളോട് പ്രതികരിക്കുന്നത് മുതിർന്ന മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായിട്ടുള്ള സജീവനാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ. പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് പ്രതിപക്ഷ നേതാവാണെങ്കിലും പിന്നെ ചാണ്ടിയുമ്മനാണ് അങ്ങനെയുള്ള ആളുകളൊക്കെയാണ് ഈ പരിഹാസവുമായിട്ട് രംഗത്ത് വന്നിട്ടുള്ളത്. അത് രാഷ്ട്രീയമാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, എന്തിനാണ് മന്ത്രി രാജൻ അവിടെ തട്ടുംപുറത്ത് കയറിയിട്ട് അത് പെൻസിൽ കൊണ്ട് വരച്ചതാണോ അതല്ലെങ്കിൽ പെയിന്റ് അടിച്ചതാണോ എന്നൊക്കെ നോക്കാൻ പോയത്? ഒരു മന്ത്രിയുടെ പണി അതല്ല. വിള്ളൽ ഉണ്ടാവാം, ഇല്ലാതിരിക്കാം. ഒരു പക്ഷേ പെൻസിൽ കൊണ്ട് വരച്ചതാവാം, എന്തും ആവാം. നമുക്കറിയാവുന്ന പോലെ അവിടെ മുകളിലുള്ള വിള്ളലിന്റെ സ്ഥാനം താഴെ എഞ്ചിനീയർമാർ പെൻസിൽ കൊണ്ട് വരച്ചതാണ്. അതിൽ സംശയമൊന്നുമില്ല. അവർ വരച്ച ആ ഭാഗത്താണ് ഈ വെള്ളം കിനിയുന്നത് എന്ന് പിന്നീട് മനസ്സിലാക്കാൻ, വെള്ളം ഈ മഴ പെയ്യാത്ത സമയത്ത് കിനിയില്ലല്ലോ, അപ്പൊ അത് മനസ്സിലാക്കാൻ ചെയ്തതാണെന്നാണ് എനിക്ക് ബോധ്യപ്പെട്ട കാര്യം. അത് മായ്ച്ചുകൊണ്ട് ഇവിടെ ഒന്നുമില്ലാതെ അദ്ദേഹം മേശയും മറ്റു കസേരയൊക്കെ പിടിച്ചു വെച്ചിട്ട് ചെയ്യേണ്ട കാര്യമില്ല. അതൊരു തരത്തില് അവർ പ്രയോഗിച്ച വാക്കുകളൊന്നും ഞാൻ അതിനോട് അംഗീകരിക്കുന്നില്ല. പക്ഷെ ആ പണി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എതിരാളികൾ ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കും. അത് അദ്ദേഹം ചെയ്യേണ്ട കാര്യമേ അല്ല. കാരണം അത് വിള്ളലുണ്ടാവുക എന്ന് പറയുന്നത് ബോധപൂർവം സർക്കാർ, മുഖ്യമന്ത്രി പിണറായി വിജയനോ അല്ലെങ്കിൽ മന്ത്രി രാജനോ നിർദ്ദേശിച്ച് അവിടെ ആ വീടിന്, അത് കോൺഗ്രസ്സുകാരന് കൊടുത്ത വീടാണ്, അയാളുടെ വീടിന് വിള്ളലുണ്ടാവട്ടെ എന്ന് നിർദ്ദേശം കൊടുക്കില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. ആ വീടിന്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടാണോ ഇത് കൊടുക്കുന്നത്? ആദ്യമേ തന്നെ തറയിടുന്ന സമയത്ത് ഇത് കോൺഗ്രസ്സുകാരന് കൊടുക്കാനുള്ളതാണ് അല്ലെങ്കിൽ BJP-കാരന് കൊടുക്കാനുള്ളതാണ് എന്നല്ല അവിടെ പരിഗണിക്കുന്നത്. ആ ടൗൺഷിപ്പിൽ പരിഗണിക്കുന്നത് ഈ ദുരന്ത ബാധിതരെയാണ്. അതോടെ കോൺഗ്രസ് ദുരന്ത ബാധിതനെന്നോ BJP ദുരന്ത ബാധിതനോ ഒന്നും പരിഗണനയില്ല, സർക്കാരുണ്ടായിട്ടില്ല. അത് കൊടുക്കുന്നു. ആരൊക്കെയാണോ അപേക്ഷിച്ചിട്ട് അവർക്ക് കൊടുക്കുന്നു. പല ആളുകളും ഞങ്ങൾക്ക് ഈ സർക്കാരിന്റെ വീട് വേണ്ടെന്ന് പറഞ്ഞിട്ട് 15 ലക്ഷം രൂപയും വാങ്ങിപ്പോയിട്ട് ഒന്നുകിൽ ലീഗിന്റെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഒക്കെ അവരുണ്ടാക്കി കൊടുക്കുന്ന വീടുകളിലേക്ക് പോയിട്ട് വേറെ ചില ആളുകൾ അല്ലാത്ത രീതിയിൽ പോയിട്ടുണ്ട്. അപ്പോ അതിനെക്കുറിച്ച് നമ്മളിപ്പം പരിഗണന, ഈ നൗഫലിന്റെ കാര്യത്തിൽ അദ്ദേഹം കോൺഗ്രസ് അനുഭാവിയാണ്. അദ്ദേഹം തന്നെ പറയുന്നത് ഞാൻ കോൺഗ്രസ് പ്രവർത്തകനല്ല, അനുഭാവിയാണ്, ഒരു അണിയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ നൗഫല് എന്താണ് ഈ അതിന്റെ പേരിൽ ഒരു നൗഫൽ നമ്മൾ കാണേണ്ടത് കോൺഗ്രസ് അണിയായിട്ടുള്ള, കോൺഗ്രസ് അനുഭാവിയായിട്ടുള്ള ഒരു ദുരന്ത ബാധിതൻ എന്നല്ല. അദ്ദേഹം ദുരന്ത ബാധിതനായിട്ടുള്ള, അപ്പൊ അദ്ദേഹത്തിന്റെ വീട്ടിൽ സംഭവം ഉണ്ടെങ്കിൽ സാധാരണഗതി എല്ലാവരും പറയുന്ന പോലെ അവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് മന്ത്രി മന്ത്രി പോയിട്ട് ആ വീട്ടുടമസ്ഥനെ അല്ലെങ്കിൽ ആർക്കാണോ വീട് കൊടുക്കാൻ കൈമാറിയില്ല എന്ന് പറയുമ്പോൾ ആർക്കാണോ കൊടുക്കുന്നത്, ഇപ്പൊ നൗഫൽ, ഇവിടെ പേര് പറഞ്ഞാൽ നൗഫലിനോട് സംസാരിച്ച് എന്താണ് സംഭവം എന്നൊക്കെ ചോദിച്ച് അത് നമുക്ക് പരിഹരിക്കാന്നൊക്കെ പറഞ്ഞ് പോരുകയാണ് വേണ്ടത്. അതിനുള്ള നിർദ്ദേശം കൊടുക്കുക. ആരെങ്കിലും ഇതിന്റെ വീടിന്റെ ബലക്ഷയം ഉണ്ടാകുന്ന രൂപത്തിൽ പ്രവർത്തിച്ചിട്ട് അവർക്ക് നടപടി എടുക്കും. ഇത് പറഞ്ഞു പോന്നാൽ നൗഫൽ അദ്ദേഹത്തിന് അനുകൂലമായിരിക്കും. ഒരാൾക്കും അദ്ദേഹത്തെ കൂലിപ്പണിക്കാരെന്നോ മറ്റെന്തെങ്കിലും പേര് പറയാൻ പറ്റില്ല. അതിന് പകരം മന്ത്രി അതിന്റെ മുകളിൽ കയറിയിട്ട് എന്താണ് സാൻഡ് പേപ്പർ വെച്ച് വരച്ച് നോക്കേണ്ട കാര്യമില്ല. അത് ചെയ്തത് ഒന്നാമത്തെ തെറ്റ്. രണ്ടാമത്തെ കാര്യം, പ്രതിപക്ഷം ബഹളം കൂട്ടുന്ന കാര്യം. വീടുണ്ടാക്കുമ്പോൾ ടൗൺഷിപ്പിൽ വീടുണ്ടാക്കുമ്പോൾ നമ്മളൊക്കെ വീട് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ പല സമയങ്ങളിൽ വീട് മാറി വേറെ വീട് മാറി വീട് 2-3 വീടുകളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ആളാണ്.
അപ്പോൾ ഉണ്ടാക്കുന്ന നിലവിൽ 2-3 വീട് എന്നുള്ളതല്ല, സ്വാഭാവികമായിട്ട് നമ്മളൊരു വീട് മാറിയിട്ട് വേറെ സ്ഥലത്തേക്ക് വരുമ്പോൾ അവിടെ വീട് വെക്കും. ഈ വീടൊക്കെ ഉണ്ടാക്കുമ്പോൾ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ ആ കോൺക്രീറ്റിന് ഒരു വിള്ളലും ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പിൽ ചെയ്യാൻ പറ്റില്ല. നമ്മൾ കരാർ കൊടുക്കുമ്പോൾ വിള്ളൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ട രൂപത്തിൽ വൈബ്രേറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ കമ്പി കൊണ്ട് കുത്തിയിട്ടൊക്കെ ചെയ്യുന്ന അത് ആ രീതിയൊക്കെ പറയും. പക്ഷേ എന്തെങ്കിലും കാരണവശാൽ വിള്ളൽ ഉണ്ടായേക്കാം. അതിന്റെ സാധ്യതയൊക്കെ ഉണ്ടാകും. വിള്ളൽ ഉണ്ടായാൽ അതിന് പരിഹാര മാർഗം സാങ്കേതിക വൈദഗ്ധ്യമുള്ള ആളുകളാണ് ചെയ്യേണ്ടത്. ഇപ്പൊ കരാറുകാരായിട്ടുള്ള ഊരാളുകൾ സൊസൈറ്റിക്കാർ കാരണം അവരുടെ എഞ്ചിനീയർമാരെ പറഞ്ഞു കൊടുക്കുക, അതിന്റെ പണിക്കാരനുസരിച്ച് കാര്യങ്ങൾ ചെയ്യും. അതല്ലാതെ വിള്ളൽ ഉണ്ടായത് കോൺഗ്രസ്സുകാരൻ തന്നെ ഉപയോഗിക്കട്ടെ എന്ന് പറയില്ല. അപ്പോൾ അതിന്റെ കാര്യങ്ങളാണ് മന്ത്രി ചെയ്യേണ്ടിയിരുന്നത്. അങ്ങനെ ചെയ്താൽ ഇതൊരു തർക്ക വിഷയമായിട്ട് മാറില്ലായിരുന്നു. സത്യത്തിൽ നമ്മൾ പറയേണ്ടത്, ഞാൻ ഇതുമായി ബന്ധപ്പെട്ട പല ചർച്ചകളിലും പറഞ്ഞതാണ്, അവിടെ 2024 ജൂലൈ 30-നാണ് അവിടെ ഈ ഭീകരമായ രൂപത്തിലുള്ള ദുരന്തം ഉണ്ടാവുന്നത്. 400-ലേറെ ആളുകൾ വെള്ളത്തിൽ ഒലിച്ചുപോയി, ഈ മലവെള്ളപ്പാച്ചിൽ ഒലിച്ചുപോയി. ഇപ്പോഴും പല ആളുകളുടെയും ശരീരം കിട്ടിയിട്ടില്ല. ഇപ്പൊ സർക്കാരിന്റെ ഒരു ഉത്തരവ് വന്നിട്ടുള്ളത് അവരൊക്കെ മരിച്ചവരാണ് കണക്കാക്കാമെന്നുള്ള വന്നു. അപ്പൊ ഈ 400-ലേറെ ആളുകൾ നഷ്ടപ്പെട്ട ഒരു സ്ഥലത്ത് പല ആളുകൾ രക്ഷപ്പെട്ട ആളുകൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രക്ഷപ്പെട്ടല്ലോ എന്നുള്ള ആശ്വാസത്തിലല്ല. അവരിൽ ഈ നൗഫലിന്റെ തന്നെ പറഞ്ഞാൽ അദ്ദേഹത്തിന് 16 ബന്ധുക്കൾ മരിച്ചു എന്നാണ് പറയുന്നത്. അവർക്ക് നഷ്ടപ്പെട്ട ആളുകൾ തിരിച്ചു കിട്ടില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ ഇതിനെ നമ്മൾ രാഷ്ട്രീയമായിട്ട് കൊത്തിവലിക്കുന്നു. അപ്പൊ സത്യത്തിൽ ഇതുള്ളത് നമ്മൾ ഈ മൃഗങ്ങളെയൊക്കെ ഹൈന കൂട്ടത്തോടു കൂടി ആക്രമിച്ചു കടിച്ചു പറിക്കുന്ന എനിക്ക് ഇത് കാണുമ്പോൾ തോന്നിയിട്ടുള്ള കാര്യം, ഇത് കടിച്ചു പറിക്കലാണ്. ആരായാലും ഈ മന്ത്രി തട്ടുംപുറത്ത് കയറിയുള്ള മന്ത്രിയും അതിനെ ന്യായീകരിക്കുന്ന ആളുകളും സൈബർ പടയാളികളും ഇപ്പുറത്തുള്ള പ്രതിപക്ഷവും ഒക്കെ ചെയ്യുന്നത് ഈ ദുരന്തബാധിത ഒരു പക്ഷെ ആരെങ്കിലും ഒക്കെ ചിന്തിക്കുന്നുണ്ടാവും 400-ൽ ഞങ്ങളും പെട്ടാൽ മതിയായിരുന്നു, ഇതൊന്നും കാണേണ്ടല്ലോ എന്ന്. ഈ ചർച്ചയിൽ പലപ്പോഴും നിങ്ങൾ കൊണ്ട് വിള്ളലുള്ള വീടല്ലേ ഉണ്ടായിക്കൊടുത്തു, ഇത്രയും തല്ലിപ്പൊളി വീടാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ തിരിച്ചു ചോദിക്കുന്നത്, നിങ്ങൾ ഭൂമി വാങ്ങിയിട്ട് ഇതൊരു വീട് വെച്ചോ, നിങ്ങൾ ഉണ്ടാക്കി കൊടുത്ത വീടിന്റെ സേഫ്റ്റി നോക്കിയോ എന്നൊക്കെ അന്യോന്യം മത്സരിച്ച് പിരിച്ച പണം അടിച്ചു മാറ്റിയതിനെ കുറിച്ചൊക്കെയുള്ള ചർച്ചയാണ് നടക്കുന്നത്. ഇതൊക്കെ ഒരു വലിയ ദുരന്തം, ഒരുപക്ഷെ കേരളം കണ്ട, ഒരുപക്ഷെ എന്നല്ല എന്റെ അറിവിൽ കേരളം കണ്ട ഏറ്റവും ഭീകരമായ പ്രകൃതി ദുരന്തമാണിത്. സത്യത്തിൽ ഇവരൊക്കെ ഒപ്പം അന്ന് ജൂലൈ 30 മുതൽ തന്നെ ഞാൻ കേട്ട കാര്യം, ഒരാഴ്ചയോളം കേട്ടത്, ഞങ്ങളുണ്ട് നിങ്ങളോടൊപ്പം, നിങ്ങൾ ഒറ്റയ്ക്കാവില്ല എന്നുള്ളതാണ്. തുടർച്ചയായിട്ട് എല്ലാ നേതാക്കന്മാരും പറഞ്ഞുകൊണ്ടിരുന്നു. നമ്മളെല്ലാ ആളുകളും അവർക്ക് എന്തൊക്കെ വേണമെങ്കിലും നമ്മൾ ഉണ്ട് എന്നുള്ളൊരു ഇത് കൊടുത്തു. അത് വെറുതെ വെറുമ്പാക്കാൻ പാടില്ലല്ലോ. ഇതിന്റെ പേരിൽ തർക്കിച്ചുകൊണ്ട് നിങ്ങൾ അടിച്ചു മാറ്റി ഞങ്ങൾ അടിച്ചു മാറ്റി അഴിമതിയാണ് എന്നൊക്കെ പറയുന്നതിന് പകരം അഴിമതിയില്ലാത്ത രീതിയിൽ അവർക്ക് വേണ്ടത്ര സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനാണ് ശ്രമിക്കേണ്ടിയിരുന്നത്. അതൊന്നും ചെയ്യാതെ ഇത്തരം തർക്കങ്ങൾ നടത്തുന്നത് അപഹാസ്യമായ കാര്യമാണ്. അത് തട്ടിൻപുറത്ത് കയറിയ മന്ത്രി തുടങ്ങി വെച്ചെടുത്ത് വളരെ വേദനയുണ്ട്. മന്ത്രിയെ കൂലിപ്പണിക്കാരെന്ന് പറഞ്ഞുകൊണ്ട് അപഹസിച്ചുകൊണ്ടല്ല ഈ പരിഹരിക്കേണ്ടത്. പരിഹാരം വേണ്ടത്, ഈ വീടിന് വിള്ളലുണ്ടെങ്കിൽ, ഇതേപോലെ മറ്റു വീടുകൾക്ക് വിള്ളലുണ്ടെങ്കിൽ അതിന്റെ കാരണം കണ്ടെത്തണം. ഒരു പക്ഷേ ഇതിൽ സാങ്കേതികമായിട്ടുള്ള എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ട്, അതിന് നടപടി എടുക്കണം. കാരണം ഈ നൗഫൽ എന്തുകൊണ്ടാണ് പരാതിപ്പെട്ടതെന്നുള്ള കാര്യം കൂടി നമ്മൾ നോക്കണം. നൗഫൽ പരാതിപ്പെടാനുള്ള കാരണം ഒരു വലിയ ദുരന്തം കഴിഞ്ഞാണ്. നമ്മൾ പറയില്ല, ഒരു വലിയൊരു അപകടത്തിൽപ്പെട്ട ഒരാള് പിന്നീട് എപ്പോഴും ചെറിയൊരു എന്തെങ്കിലും ശബ്ദം കേട്ടപ്പോഴും ഞെട്ടിപ്പോകും. വേറെ നമ്മൾ അത് ഇവിടെ പ്രയോഗിക്കാൻ പാടില്ല. ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കൊണ്ട് അത് പ്രയോഗിക്കുന്നില്ല. അല്ലെങ്കിൽ അത് ശരിയാണ്. കാരണം ഒരു വലിയ പ്രശ്നം നേരിട്ട ഒരാൾക്ക് സ്വാഭാവികമായിട്ട് വിള്ളലുണ്ടെങ്കിൽ ഇതെല്ലാം കൂടി തലയിലേക്ക് വീണു പോകുമോ എന്നുള്ള തോന്നലുണ്ടാവും. അതിന് അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയില്ല. അദ്ദേഹത്തിനെതിരെ പോലും ഭീകരമായ രൂപത്തിൽ സൈബർ ആക്രമണം നടന്നു എന്ന് പറയുന്നത് സത്യത്തിൽ മനുഷ്യത്വമില്ലായ്മയാണ്, മനസ്സാക്ഷി ഇല്ലായ്മയാണ് എന്നതിൽ എനിക്കൊരു സംശയവുമില്ല.